അവരെ മിണ്ടാനും ഈ ദിവസത്തിൽ 2 പ്രാവശ്യം നിങ്ങളെ വിളിക്കാറുണ്ടോടാ? ഉടനെ മറ്റേ ജ്യോതിച്ച് അത് ശരിയാ അവിടെയൊക്കെ ചില ലൈഫ് വേറെന്നാ. ഞാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ ഇവിടുത്തെ കൾച്ചർ മോശമാണ്. എവിടെയെങ്കിലും പോയാൽ നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റി പൊക്കി പിടിച്ച് മൂത്രമൊഴിക്കും. നിങ്ങൾക്ക് അവിടെ അപ്പോൾ പോലീസ് വന്ന് അകത്തേക്ക് കയറുന്നു പറയും. ഇവിടെ വല്ലതും ഉണ്ടോടാ? ഒന്ന് ആലോചിച്ച് ഇഷ്ടം ആടാ പറഞ്ഞോ രസമുണ്ട്. അങ്ങനെ അങ്ങനെ ഞാൻ ഓർത്ത് എന്തിനാ പഴയ കാര്യമൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്. അവൻ വന്നു. എനിക്ക് നമുക്കൊരാഗ്രഹം ചാകുന്നതിന് മുമ്പ് ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അങ്ങനെ പറഞ്ഞ് പോയി. നമുക്ക് അതിൽ കൂടുതലുള്ള സന്തോഷം ഇവിടെ ഞാൻ പറഞ്ഞ ഭക്ഷണം കഴിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണമൊക്കെ എടുത്ത് കൊടുത്തു. കുറേ അധികം ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച് താറാവിൻ്റെ കറി ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ആഘോഷമായിട്ട് കഴിച്ചു വിട്ടു. എന്തിനാ അന്നേരത്തെ സാഹചര്യം കൊണ്ട് ചിലപ്പോൾ മനുഷ്യനല്ലേ ഓരോ സാഹചര്യം അനുസരിച്ച് മനുഷ്യൻ മാറും. ഇപ്പം രാജിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഷത്തിലെ കുരു പൊട്ടി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. മാനസാന്തരം ഉണ്ടായടി അന്നമ്മയുടെ ഫ്രണ്ടാണ്. എല്ലാവരും വീട്ടിൽ കാർ കിടക്കുന്നു, 2 ബൈക്ക് കിടക്കുന്നു. പിന്നെ എന്നാ മകനൊരു ബൈക്ക്, അപ്പനൊരു ബൈക്ക്, അപ്പന് ഒരു കാറ്, മകനൊരു കാറ്. ഇത്രയും സൗകര്യത്തിൽ മനുഷ്യൻ ജീവിക്കുന്നു. ആർക്കും ഒരല്ലല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, ജെയിംസിനോട്, എടാ ഇവിടെ ഇപ്പം പഴയ രീതിയൊന്നുമല്ല. എല്ലാവരും കൈ നിറയെ കാശ്, ആവശ്യത്തിന് ഭക്ഷണം, കഴിക്കാത്ത കുറ്റമുള്ളൂ. എല്ലാവർക്കും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം. പിന്നെ നമ്മള് ഈ റേഷൻ കടയിലെ അരി പൊടിച്ചു കഴിക്കും. പന്നിയുടെ അരിയൊക്കെ വേസ്റ്റാ. ഞങ്ങള് വാങ്ങിച്ച് 10 കിലോ അരി ഞങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് നിർബന്ധിച്ച് പന്നി എന്നെ കഴുകിയെല്ലാം വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പിന്നെ അത് വീട്ടിലിട്ട് വറുത്ത് എല്ലാം വെച്ച് പിന്നെ കുറെ ഇവിടെ വന്ന് ഞങ്ങൾ തിന്ന് തീർത്തു. ഇനി ഒരു വലിയൊരു ഇതിൻ്റെ അകത്ത് പാത്രത്തിൽ നിറച്ചവിടെ ഇരിപ്പുണ്ട് പച്ചരി. പുഴുക്കലരിയുണ്ട്. അത് ഞാൻ തന്നെ മേവായിക്കത്തില്ല. നമുക്കതിന്റെ നാത്ത ഉണ്ടെങ്കിൽ നല്ല മേവായിക്കത്തില്ല. തലോട്ടമ്മയായിട്ട് എനിക്ക് ഇഷ്ടം.